കൊല്ലം കുണ്ടറയിൽ സ്ത്രീയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പടപ്പക്കര സ്വദേശി പുഷ്പലതയാണ് മരിച്ചത്. പരിക്കേറ്റ പുഷ്പലതയുടെ അച്ഛൻ ആന്റണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുഷ്പലതയുടെ മകൻ ഇരുവരെയും ഉപദ്രവിക്കാറുണ്ടായെന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു. ലിജോയുണ്ട് വിവരങ്ങൾ നൽകാനായി. ലിജോ, ഇതൊരു കൊലപാതകമാണ് എന്ന പ്രാഥമികമായ നിഗമനത്തിലേക്ക് പോലീസ് എത്താനുള്ള ഒരു കാരണം എന്താണ്? അജി, ഇന്ന് രാവിലെ ഈ പുഷ്പലതയുടെ മകൾ അവരെ ഫോണിൽ പലതവണ വിളിച്ചിരുന്നിട്ടും ഫോൺ എടുത്തിരുന്നില്ല. തുടർന്ന് അടുത്തുള്ള ഒരു ബന്ധുവിനോട് ഇത് അന്വേഷിക്കാൻ പറഞ്ഞു. അവർ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ഇത്തരത്തിൽ ആ വീടിനുള്ളിൽ ഈ പുഷ്പലതയും അതോടൊപ്പം തന്നെ ആന്റണിയും പരിക്കേറ്റ നിലയിൽ കിടക്കുന്നത് കണ്ടത്. തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുമ്പോഴേക്കും പുഷ്പലതയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലെത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രധാന കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് ഈ പുഷ്പലതയും അതോടൊപ്പം തന്നെ പുഷ്പലതയുടെ പിതാവ് ആന്റണിയെയും മകൻ ഉപദ്രവിക്കുന്നു, അതായത് ഇവരുടെ മകനായിട്ടുള്ള അഖിൽ ഉപദ്രവിക്കുന്നു എന്ന് കാണിച്ച് പോലീസിന്റെ കൺട്രോൾ റൂമിൽ ഒരു പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തുകയും അവർ ആ അഖിലിന് ഒരു താക്കീത് നൽകി മടങ്ങുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ വീട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായി നാട്ടുകാർ പറയുന്നുണ്ട്. പലപ്പോഴും വീട്ടിൽ നിന്നും ബഹളവും ഒപ്പം തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളതായിട്ടാണ് നാട്ടുകാർ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. മറ്റൊരു കാര്യം കൂടെ, ഈ സംഭവത്തിന് ശേഷം ഈ പുഷ്പലതയുടെ മകനായിട്ടുള്ള അഖിലിനെ അവിടെ നിന്നും കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു കൊലപാതകമായിരിക്കാം നടന്നിരിക്കുന്നത്. അതിന് പിന്നിൽ മകന് പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ആദ്യഘട്ടം എന്നോണം ഇപ്പോൾ അഖിലിനെ കണ്ടെത്തുന്നതിന് വേണ്ടി കുണ്ടറ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അഖിലിനെ പറ്റി പോലീസ് പറയുന്നത് എന്താണ്? നേരത്തെ ഈ മകനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. തീർച്ചയായും. കാര്യം ഈ അഖിലിനെ സംബന്ധിച്ച് പോലീസ് അഖിലിനെ കേന്ദ്രീകരിച്ച അന്വേഷണത്തിലേക്ക് പോകാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വീട്ടിൽ ഈ സ്ഥിരമായി ഇയാൾ ഈ ലഹരി മരുന്നൊക്കെ ഉപയോഗിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിലും അത്തരത്തിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഈ മാതാവിനെയും ഒപ്പം തന്നെ മാതാവിന്റെ പിതാവിനെയും ക്രൂരമായി ഇയാൾ ഉപദ്രവിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് പോലീസ് കൺട്രോൾ റൂമിൽ ഇവർ ഇക്കാര്യം വിളിച്ചറിയിക്കുകയും തുടർന്നാണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വെള്ളിയാഴ്ചയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് എത്തുകയും അഖിലിനെ വിളിച്ച് താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതെല്ലാം തന്നെ ബന്ധുക്കളിൽ നിന്നും അടുത്ത അയൽവാസികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് പോലീസിന് ഒരു സംശയവും ഉണ്ടാകുന്നത്. മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം ഇയാൾ ഇപ്പോൾ ഒളിവിൽ പോവുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ കണ്ടെത്തി ചോദ്യം ചെയ്താൽ മാത്രമേ കൃത്യമായ വിവരം പുറത്തു വരികയെന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പരിക്കേറ്റ ആന്റണി അതീവ ഗുരുതരാവസ്ഥയിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്.